ഹലോ സാർ, അത് ഞാനാണ്. ഉർമീസ് തമ്പാൻ ഇപ്പോ ബാങ്കിൽ 4 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയത്? വീട്ടിലേക്കാണെന്നാ തോന്നുന്നത്. രാമേന്ദ്രൻ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഉർമീസിനെ ഉടനെ ഫോളോ ചെയ്യുക. അവൻ ആ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യുക. യെസ് സാർ. ഇനി വരണം, ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ ഇവിടെ ആരുമില്ലേ? മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ. ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല, നിങ്ങളെ മൂന്നാളിയും ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ, തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അത് മൂന്നാളും ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ ആ 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കൂല ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ വരടാ, ഇവിടെ വന്ന് കുത്തിരിക്കുക എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് എന്നേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കും. ആ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കറുകാരങ്ങൾ എന്താ വലിയ ചില്ലിത്തക്കിട്ട് പോളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്തക്കിട്ടൊന്ന് കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര ദേഷ്യം. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഇതിലെ കണ്ടേ ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ ആ താനും മീശ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. പെട്ടെന്ന് വിട്ടോ. അള്ള പറ്റിച്ചല്ലോ, നമ്മളെ ബാലകൃഷ്ണനല്ലേ? ബാലകൃഷ്ണ, എടാ നിങ്ങൾ ഓടണം. ഞാൻ പറഞ്ഞ സ്മൈലെ കുറ്റം സ്പീഡിൽ ഓടും ചെയ്യും. നിക്കവിടെ ബാലകൃഷ്ണ. നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. ആ നീ മനസ്സിലാക്കല്ലേ? എടാ, കാർ എന്റെ അടുത്ത് മാത്രമല്ല, നമ്മളെ അടുത്തുണ്ട് കാറ്. വിടാ, വിട് കാറ്. ടാക്സി എങ്കിലും ടാക്സി വിട്. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോൾ എപ്പോഴും തുറക്ക്. ലോക്കായോ? ചെന്ത് കരുതി കെട്ട സമയം. ഇത് തുറക്ക് മോനെ. ഡ്രൈവർ സോറി, ഇത് തുറക്കണ സ്മാനെ. ഒന്നാമത് തള്ളി തള്ളി നീ അടുക്ക പോ. വിട് വിട് വിടുക. എന്താ വിട്. നന്മതിന്മകൾ തങ്ങളെ സമരമുഖങ്ങളെ കണ്ടു പൊരുതുമിതേവിധം പണ്ടു മുതലൊരു സാഹസം. ബാലകൃഷ്ണ,
ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. എന്നിട്ട് ഈ ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണണേ. വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട. എന്നാ നീ ഒരെണ്ണം പോയി വീണിട്ട് പാടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്നു മത്തായിച്ചേട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി. ഇവിടെ ഇരി. ഇവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രം ഒഴിക്കാനല്ല. പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത്. ബാലകൃഷ്ണ പേര് വിളിക്കരുത്. തമ്മിൽ തമ്മിൽ അറിയരുത് ആരും. വരുന്നു 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 വരുന്നു. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. മത്തായിച്ചേട്ടാ, അവിടെ ചെന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ കുഞ്ഞെവിടെ? ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കാട്ടെ. എനിക്ക് തുറന്ന് പരിചയം. മാറ് മാറ്, കൈവിട്. ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞെവിടെ? കൊണ്ടുവരാം കൊണ്ടുവരാം. അല്ലെങ്കിൽ പോകരുത്. ആ പെട്ടിക്ക് തടാ. കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട. പെട്ടി തരാൻ. നീ കൊടുത്തേക്ക്. രക്ഷയൊന്നുമില്ല. നിഷമോളവിടെ? അതെ, ഉർവശി തിയേറ്റേഴ്സിൽ ഒരു ഫോൺ വന്നു. അപ്പൊ ചെമ്മീൻ മറീസിന്റെ നിഷമോളവിടെ? എനിക്ക് അറിഞ്ഞൂടാ സാർ. നിഷമോളവിടെ പറയണോ? എനിക്ക് അറിഞ്ഞൂടാ സാർ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇടപെടരുത് മിസ്റ്റർ ഉർമീസ് തമ്പാൻ. ഞങ്ങളെ തടയരുത്. നടക്കണം. സ്റ്റോപ്പ് ഇറ്റ്. രാംജിറാവു, രക്ഷപ്പെട്ടോളൂ. പോലീസുകാരെ എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നേ? മിസ്റ്റർ ഉർമീസ്, തോക്കിൽ നിന്ന് വിടാൻ. ഇവിടെ ഒച്ചയൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. വേം വരി. ഇതിലെ ഓടാനും വയ്യ നല്ലോണം. അല്ല, നമ്മളെ ബാലകൃഷ്ണനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണേ. മജീദ്, ജബ്ബാറ്, സുക്കൂറ്, വിജയന, അടി ഊരടിക്ക് അടിച്ചു കൊടുക്കാൻ അവിടെ. മഞ്ഞ പിശാച് ബാലകൃഷ്ണൻ നമ്മളെ പാർട്ടിയൊന്നും കൊണ്ടിട്ട് പോയാടി നീക്കി പിടിക്കിച്ച കാര്യം. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞേക്കാം. എന്തത് എന്റെ നെഞ്ചിട്ട് തന്നെ നിൽക്കണേ? അങ്ങോട്ട് പോട്ടെ. അയ്യോ, അങ്ങോട്ട് തിരിച്ചു പിടിക്കേ, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. തല കാണുന്ന കൊണ്ടുപോയി പരിപാടിയൊക്കെ വേണ്ട.
പോയില്ലേ മുതല് ഇനി ഇങ്ങനെ ഇങ്ങോട്ട് ഊരി ഞാൻ അങ്ങനെ നിന്നെ വിട്ടിട്ടുണ്ട്. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്, കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലാണോ? സുഖല്ലേ? ഇതെന്താ ഇയാൾ പിടിച്ചോടിക്കുന്നത്? തടുത്തോ? അയ്യോ 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 നിർത്തി. എന്താ ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ. എനിക്ക് എന്താണ് പ്രാന്ത് പിടിച്ചു തോന്നണേ. ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. തന്റെ ആണോ? ഞാനേ അടുത്താള് അടുത്താള് വാ. നീ എന്താ ഇവിടെ കുതിര കളിക്കുക? ഇടുവാ നിന്നെ ഞാനൊരു ഇരിക്കട്ടെ. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ സമാധാനമായിട്ട് എനിക്ക് ഇരിക്കാനും സമ്മതിക്കാനില്ല. ചാരങ്ങൾ മലന്ന് എടുക്കണ്ട. ഞാൻ എനിക്ക് കൂത്തിയേറ്റ് പോയിട്ട് ഒരു ചവിട്ടോട്ടെ. മൊത്തത്തിൽ ഇങ്ങോട്ട് വന്നേ. ബാലകൃഷ്ണ ഓടിക്കോ. ഞാൻ ഏതായാലും കൈ വെച്ചോ. ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ. ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ശശി നമ്മള് വിചാരിച്ച പോലെ അല്ലേട്ടാ. അയാൾ 3 ആളിടിക്കണം ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ. നന്ദിയുള്ളതാണ്. കംപ്ലീറ്റ് ലെവലാക്കി. ഈ വക പണിക്കിന് ഞാനില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു കാശും വേണ്ട. അവിടെ കിടവും. അയാള് വലിയ പുണ്യാളച്ചനാണ്, പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞു നീയല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായിടാ? എടാ നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയണത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ? ബാലകൃഷ്ണ, നീ ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ടൊന്ന് ഇറങ്ങി തരുമോ? മറ്റേ 3 ലക്ഷം വേണോ 4 ലക്ഷം വേണോ അവന്റെ അമ്മേനെ കെട്ടിക്കാൻ? എന്റെ എല്ലാം പോയില്ലേ. ഇനിയിപ്പൊ ആരെ പിണ്ടം വെക്കാനെ പോണേ? ഒറ്റ ചവിട്ടി പുടുങ്ങി. ഹലോ, റാസ്കൽ, വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ നീ ഒന്നും പഠിച്ചിട്ടാ തെണ്ടി. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. വേണ്ട, ഇനി ഒന്നും പറയണ്ട. നെറികെട്ട നായെ നീ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. രാംജി റാവു പ്ലീസ്. റാംജി റാവോ? ഇനി ഒരു റാംജി റാവു ഇല്ല. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്ക്. പോലീസോ പട്ടാളോ എന്താണെന്ന് വെച്ച് വിളിച്ചോണ്ട് വാ. ഹലോ 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 ഹലോ, നീ എന്ത് വിവരക്കാണ് കാണിച്ചത്? ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല. അത് അപകടമാണ്. എന്തപകടം? പോലീസ് ഇവിടെ വരും. വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും. എന്നിട്ടെന്താ? അവരും രാംജി റാവു തമ്മിലായിക്കോട്ടെ. ആ കുഞ്ഞിന്റെ കാര്യം? അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. നമ്മളോട് ചെയ്തതിന് അയാളും അനുഭവിക്കട്ടെ. ബാലകൃഷ്ണ, അയാൾ നിരപരാധിയാണ്. അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ? ബാലകൃഷ്ണ, ഇത് അയാളാ രാംജി റാവു. നീ അബദ്ധമൊന്നും പറയരുത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. നീ പറയുന്നൊന്ന് കേൾക്ക്. നീ കൈവിട് ബാലകൃഷ്ണ, പ്ലീസ്. ഡാഡി, ഇവരെന്നെ കൊല്ലും ഡാഡി. എന്താണ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞേ? പറ ഡാഡി. ഡാഡി, ഇവരെന്നെ കൊല്ലും. ഡാഡി, എന്താ ഒന്നും പറയാത്ത? ഡാഡി പറ ഡാഡി. ഡാഡിക്ക് എന്നെ വേണ്ടേ ഡാഡി? മിസ്റ്റർ ഉർമീസ് തമ്പാൻ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്ക് ഒരവസരം കൊടുത്തരികയാണ്. നാളെ രാത്രി 12 മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോകാൻ പറ്റൂ. പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല. എന്താ
നമ്മൾ മൂലം ഒരു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് പാടില്ല. ഞാൻ ആ ഉറുമീസിനെ വിളിച്ചെല്ലാം പറയാൻ പോവാ. ബാലകൃഷ്ണ അരുത്. ഘോഷ, നീ കൈയെടുക്ക്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ പറഞ്ഞതും കേട്ടതൊക്കെ മതി. മര്യാദ കൈയെടുക്ക്. ഇല്ല, ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈയെടുക്കാനാ പറഞ്ഞത്. ഇല്ല, കൈയെറാ. ഇല്ല. എന്തത്? കൊല്ലുവാ. നിന്നെ ഞാൻ കൊല്ലും. നിങ്ങൾ ആരെയില്ലെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ നടത്തും. എന്നെ വിടുവത്താച്ചേട്ടാ. എന്താടാ? ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ, കൈ നിറയെ കാശുമായിട്ട് എത്തുമെന്ന്. ശരണാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നാളെ ഞാൻ എത്തുമെന്ന് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ. നാളെ വണ്ടി പണിയാൻ ആള് വരുമ്പോ, വീട് പുതുക്കാൻ പണിക്കാർ വരുമ്പോ അവരോട് മത്തായിച്ചേട്ടൻ എന്താ പറയാൻ പോകുന്നത്? എന്റെ മത്തായിച്ചേട്ടന്റെ കാര്യം പോട്ടെ, ഇവനോ? നാളെ അംസക്കോ വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത്? ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടി നീ എവിടുന്നാ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? പറയടാ. എന്റെ സ്വാർത്ഥം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ